ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമാകുന്നു. വടക്കൻ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലും ആന്ധ്രയുടെ തെക്കൻ മേഖലയിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചെന്നൈ അടക്കമുള്ള ജില്ലകളിലും പുതുച്ചേരിയിലും ഇടവിട്ട മഴ പെയ്തേക്കും. പുതുച്ചേരിയിലും വിഴുപ്പുപുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ആകെ 3 മരണമാണ് തമിഴ്നാട്ടിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ശ്രീലങ്കയിൽ കനത്ത നാശം വിധിച്ചിരിക്കുകയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴക്കെടുതിയിൽ ശ്രീലങ്കയിൽ മരിച്ചവരുടെ എണ്ണം 334ആയി. നിരവധി പേരെ കാണാതായി. രാജ്യത്ത് 12 ലക്ഷത്തോളം ദുരിതബാധിതർ ഉണ്ടെന്നും ശ്രീലങ്കൻ സർക്കാർ വ്യക്തമാക്കി. ശ്രീലങ്കയ്ക്കുള്ള സഹായവുമായി ഇന്ത്യയുടെ വിമാനം എത്തി. 700-ലധികം ഇന്ത്യക്കാരെയും തിരികെ എത്തിച്ചിട്ടുണ്ട്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് കൂടുതൽ ദുർബലമാകുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത്. വടക്കൻ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലും ആന്ധ്രയുടെ തെക്കൻ മേഖലയിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചെന്നൈ അടക്കമുള്ള ജില്ലകളിലും പുതുച്ചേരിയിലും ഇടവിട്ട മഴ പെയ്തേക്കും. പുതുച്ചേരിയിലും വിഴുപ്പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ആകെ 3 മരണമാണ് തമിഴ്നാട്ടിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ശ്രീലങ്കയിൽ കനത്ത നാശമാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് വിധിച്ചിരിക്കുന്നത്. മരണസംഖ്യ ശ്രീലങ്കയിലും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴക്കെടുതിയിൽ ശ്രീലങ്കയിൽ മരിച്ചവരുടെ എണ്ണം 334 ആയി ഉയർന്നിരിക്കുന്നു. നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്. ശ്രീലങ്കയിൽ ഏകദേശം രാജ്യത്ത് 12 ലക്ഷത്തോളം ദുരിതബാധിതർ ഉണ്ടെന്നും ശ്രീലങ്കൻ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശ്രീലങ്കയ്ക്ക് സഹായവുമായി ഇന്ത്യ എത്തിയിട്ടുണ്ട്. 700-ലധികം ഇന്ത്യക്കാരെയും തിരികെ എത്തിച്ചിട്ടുണ്ട്.